കോട്ടയം മൂലയിടത്ത് വെള്ളം നൽകാതെ ബില്ല് നൽകി വാട്ടർ അതോറിറ്റി. 8 മാസം മുൻപ് പൈപ്പ് കണക്ഷൻ നൽകിയിട്ടും വെള്ളം എത്തിയിട്ടില്ല. പ്രദേശത്തെ എല്ലാ കുടുംബങ്ങൾക്കും ബില്ല് നൽകിയിട്ടുണ്ട്. വിവാദമായതോടെ ബില്ല് അടയ്ക്കേണ്ട എന്ന് വാട്ടർ അതോറിറ്റി അറിയിച്ചു. ഞങ്ങളുടെ ഈ വഴി വലിയ കുഴപ്പമില്ലാഞ്ഞ വഴിയായിരുന്നു. പൈപ്പ് ലൈൻ ഇടാനെന്ന് പറഞ്ഞ ഒരു ചെറിയ ട്യൂബ് പോലെ ഒരു സാധനം കൊണ്ടുവന്ന് ഇവിടെ മീറ്ററുമായിട്ട് ഫിറ്റ് ചെയ്ത് ഈ വഴി മുഴുവനും പോയി. ഞങ്ങൾക്ക് ഇപ്പോൾ വണ്ടി ഓടിക്കാൻ മേല, മനുഷ്യർക്ക് നടക്കാനും മേല, വെള്ളം ഉണ്ടോ അതുമില്ല. ഇപ്പോൾ ഈ മീറ്ററിൻ്റെ വന്ന് നോക്കിയിട്ട് ഞങ്ങൾക്ക് ബില്ല് വരുന്നെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് ഇവിടെ ഈ മീറ്ററും വേണ്ട, ഇതും വേണ്ട, ഇതൊന്നും എടുത്ത് മാറ്റിക്കും. ഞങ്ങൾ പൈസ കൊടുത്തല്ലെങ്കിലും മേടിക്കണത്. ഈ ഓട്ടിന് മാത്രമുള്ള ആൾക്കാർ ഇവിടെ വരുള്ളൂ. ഇവിടെ പൈപ്പ് ഇട്ടിട്ട് 8 മാസത്തിലേറെയായി. ഇന്നേ നാഴിക വരെ ഞങ്ങൾക്ക് തുള്ളി വെള്ളം, അതിന് ഒരു കാറ്റ് പോലും വരുന്നില്ല. ആ സ്ഥാനത്താണ് ഇന്ന് 445 രൂപ വെച്ച് ബില്ലും കൊണ്ട് വന്നത്. പക്ഷേ ഞങ്ങൾ കൈപ്പറ്റിയില്ല. വെള്ളം ഇല്ലാതെ ഞങ്ങൾ എന്തിനാണ് ബില്ല് കൈപ്പറ്റുന്നത്? ഞങ്ങൾക്ക് കുടിവെള്ളമാണ് മെയിനായിട്ട് വേണ്ടത്. ഇപ്പോൾ കുടിവെള്ളം ഇല്ല. ഈ കുഞ്ഞുങ്ങളും വെച്ച് ഞങ്ങൾക്ക് ഒരു 10 കുടം ആ കയറ്റം കയറി വരുമ്പോഴേക്കും ഞങ്ങൾ എന്തിനാവും? ഞങ്ങൾ ഈ വെള്ളം ചോദിക്കുന്നുള്ളൂ, വേറെ ഒന്നും ചോദിക്കുന്നില്ലല്ലോ സർക്കാരിനോട്. ഇപ്പം എല്ലാ നാട്ടിലും ഇതേ റോഡിൻ്റെ അപ്പുറത്തെ വെള്ളമുണ്ട്, ഇപ്പുറത്തെ വെള്ളമുണ്ട്. ഈ നടുക്കുള്ളവർക്ക് മാത്രം വെള്ളമില്ല. അതെന്തുകൊണ്ട് ഈ നടുക്കുള്ളവർക്ക് മാത്രം വെള്ളം തരാത്തത്? ടോബി ജോൺസൺ കോട്ടയത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ടോബി, ഈ ബില്ല് കൊടുത്തതിനെ പറ്റി എന്താണ് വാട്ടർ അതോറിറ്റി പറയുന്നത്? വേണു, വാട്ടർ അതോറിറ്റി ഇപ്പോൾ നൽകുന്ന വിശദീകരണം എന്ന് പറഞ്ഞാൽ ഇതൊരു സ്വാഭാവികമായി ഉണ്ടായൊരു നടപടി മാത്രമാണ്. അത് കമ്പ്യൂട്ടർ ജനറേറ്റഡ് ബില്ലാണ്. ഇങ്ങനെ കണക്ഷൻ കൊടുത്തത് കമ്പ്യൂട്ടറിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഒരു മാസം കഴിയുമ്പോൾ അത് ബില്ലായി ജനറേറ്റ് ചെയ്ത് വരുന്നതാണെന്നാണ് പറയുന്നത്. എന്നിരുന്നാൽ പോലും കഴിഞ്ഞ 8 മാസമായി ഈ പൈപ്പ് കണക്ഷൻ നൽകിയിട്ട് ഒരു തുള്ളി വെള്ളം പോലും ആ പൈപ്പുകളിലൂടെ വന്നിട്ടില്ല. അങ്ങനെ ദുഃഖിച്ചിരിക്കുന്ന ആളുകളുടെ മുന്നിലേക്കാണ് ഇത്തരത്തിൽ ബില്ലുകൾ കൊണ്ടുവന്ന് നൽകിയത്. വലിയ പ്രതിഷേധം തന്നെ നാട്ടുകാരുടെ ഭാഗത്ത് നിന്ന് ഉയർന്നു വന്നു. ഇതേ തുടർന്ന് ഈ ബില്ല് വാങ്ങാതെ നാട്ടുകാർ പ്രതിഷേധിക്കുകയായിരുന്നു. തുടർന്ന് അത് എഴുതി നൽകിയതിന് ശേഷമാണ് ഈ ബില്ലുകളുമായി വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ മടങ്ങിയത്. വലിയ പ്രതിഷേധമുണ്ട്. കാരണം വർഷങ്ങളായി ഈ ഒരു മേഖലയിൽ കുടിവെള്ളമില്ല. ശുദ്ധജലത്തിന് വേണ്ടി നിരവധി തവണ പല സർക്കാർ ഓഫീസുകളും ഇവർ കയറി ഇറങ്ങിയതാണ്. പക്ഷേ അവിടെ നിന്നൊന്നും ഒരു നീതിയും ലഭിച്ചില്ല. ഏറ്റവും ഒടുവിലാണ് 8 മാസം മുമ്പ് അമൃതം പദ്ധതി പ്രകാരം ഇവർക്ക് വെള്ളം നൽകാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. അങ്ങനെയാണ് അവിടെ പൈപ്പ് ലൈനുകൾ ഇടുന്നത്. എന്നാൽ PWD വർക്കുമായി ബന്ധപ്പെട്ട് ആ വെള്ളം നൽകുന്ന ജോലികളും തടസ്സപ്പെട്ടു. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സമരത്തിൽ നിൽക്കുന്നതിനിടയിലാണ് ഇത്തരത്തിൽ ബില്ല് കൂടി അവരുടെ തലയിലേക്ക് അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമം നടന്നത്. എന്തായാലും നിലവിൽ ആ ബില്ല് അടയ്ക്കേണ്ട എന്നാണ് വാട്ടർ അതോറിറ്റി അറിയിച്ചിട്ടുള്ളത്. ശരി, ടോബി ജോൺസൺ ആണ് കോട്ടയത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.